ഉണ്ട്. അതാണ് റോസ്റ്റ് ചെയ്യട്ടെ. രഞ്ജു കണ്ട് കേട്ടാ മെസ്സേജ് കണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങിയെടുത്തുനിന്ന് ഇനി വീണ്ടും തുടങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന നോറയുടെ കാര്യം, ബിഗ് ബോസിലെ നോറയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ചേച്ചി വിളിച്ചത്. അപ്പൊ ഇനി വീണ്ടും നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ നോറയുടെ അതായത് ഡിവോഴ്സ് ആയില്ലേ, അപ്പൊ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാണ്. ഓക്കെ, അതെന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട്, ബിഗ് ബോസ്. അതില് ഒരു വ്യക്തി ആരാന്ന് പറഞ്ഞുതരാം. ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിന് ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ? എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്താ പറയാ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താ പറയുക എന്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയാ ഇതിന്റെ സത്യാവസ്ഥ അറിയും. ബാക്കിയുള്ളവർക്ക് എന്താ പറയാ വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയാ എന്തും വിളിച്ചു പറയാം. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയാ ക്ലാരിറ്റി ആൻഡ് ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. വെരി ക്വിക്ലി എന്റെ മാരേജ് ഫിക്സ് ചെയ്ത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല. അപ്പൊ അത് ഡിവോഴ്സ് ആയി. ഡിവോഴ്സ് ആവുന്നത് ഒരിക്കലും ഒരു പാരന്റ്സിനും എന്തായിരിക്കില്ല. ആ സംതിങ് 22 ആണ്. ഓക്കെ, 21 ഇവരത് ഡിസൈഡ് ചെയ്ത് 22 ഇത് സംഭവിച്ച്. അപ്പൊ ആ ഒരു തിങ്ങിന്റെ ഫാമിലിനെ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആക്കുന്നത് ഇപ്പോഴും എനിക്ക് പറയാം. അതൊന്നും എല്ലാവരും റിക്കവർ ആയിട്ടില്ല എന്ന് വേണം ഇപ്പോഴും എനിക്ക് പറയാം. അനദർ തിങ്, എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാർട്ട് എനിക്ക് ലീഗലി തന്നിട്ടില്ലായിരുന്നു. ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്. ഇതിലെന്താണ് പറയുന്നത്? ഞാൻ ഡിവോഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല. ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല. ഞാൻ ഇന്ന് ഡിവോഴ്സ് കിട്ടിയാല് ഇന്ന് സഹിച്ചു ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക പരസ്പരം മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരും, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് വരും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആണ്? ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോ ആള് തന്നെ എന്താ പറയുക ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് തന്നെ എന്റെ ആൻസർ ഉണ്ട്. അപ്പോ ഞാൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ എന്താ പറയാ തയ്യാറായിരുന്നു. പക്ഷേ ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ ഒരു ഫയൽ FIR ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയാ സാക്ഷികൾ കണ്ട മൊഴി വേണ്ട. ഒക്കെ അറിയാം കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയാ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഭാര്യമാർക്ക് എന്താ പറയാ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുക. മർദ്ദനം, പീഡനം, 498A, ഭർത്താവിന്റെ പീഡനം, ഭർത്താവിന്റെ വീട്ടുകാരെ പീഡനം, ഉമ്മയൊക്കെ എല്ലാവരിലും ഇൻക്ലൂഡഡ് ആവും. അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ ഉമ്മക്കും ഉപ്പൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരിൽ. എന്നിട്ട് അതിന്റെ കൂടെ എന്താ പറയാ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ, സെറ്റിൽമെന്റ്, ഒരു ഹ്യൂജ് എമൗണ്ട് എന്താ സെറ്റിൽമെന്റും വേണം. ഓക്കെ, അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാൻ ആളോടൊന്നും കാട്ടിയിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം. ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ അറിയാ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വീഴ്ത്തി. ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ച് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ മ്യൂച്വലി ഞാൻ പറഞ്ഞില്ല മ്യൂച്വലായിട്ട് മുന്നോട്ട് പോകാനോ പറ്റാത്ത പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ജീവിക്കുക. ഇത് തന്നെ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇവര് പ്രേമ വിവാഹമാണേ. അപ്പൊ അവിടെ ഒരു ഡൗറിയുടെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ കൊച്ചി എന്തിന്റെ ബേസിലാണ് കോമ്പൻസേഷൻ ചോദിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കുട്ടി ബിഗ് ബോസിൽ പറഞ്ഞ കുറെ കാര്യങ്ങളില് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം, വോയിസ് കേൾക്കാം. ഇത് എന്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാണ്. ഓക്കെ, അതെന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അതില് ഒരു വ്യക്തി ആരാന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു കണ്ടീഷൻ എന്താ പറയുക എനിക്ക് ഒത്തുപോകാൻ പറ്റൂല. ഇപ്പൊ എന്റെ പേരിൽ എല്ലാവരും ഒരു കേസിന്റെ കോമ്പൻസേഷൻ ഇത് സെറ്റിൽമെന്റ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഡിവോഴ്സ്
ഡിവോഴ്സ്. ഞാൻ ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസ് പിൻവലിക്കണം. ഇത് രണ്ടാളും മ്യൂച്വലി ഡിസൈഡ് ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് കോമ്പൻസേഷൻ, പിന്നെ എന്തിനാണ് എന്റെ പാരന്റ്സിന്റെ പേരിൽ കേസ്, എന്റെ പേരിൽ കേസ്. അപ്പൊ ഞാൻ എന്താ പറയാ, ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്താ പറയാ, ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ചു. അപ്പൊ ആള് എന്താ പറയാ, ഓക്കെ ആയില്ല, ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട്. ആള് ഓക്കെ പറയാം, ഓക്കെ എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോ ആള് എന്ത്, ഓക്കെ മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുക, അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത്, എന്റെ ലൈഫ് അവിടെ തീർന്നിട്ടില്ല. ഞാൻ എന്താ പറയാ, നാട് വിട്ട് ഇപ്പൊ UAE-ലാണുള്ളത്. ഞാൻ അന്ന് പോയിട്ടുണ്ട്. അന്ന് പോയൊരു 10 മാസം കൊണ്ട് അലഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയാ സെറ്റിൽ ആയിട്ടുണ്ട്. പഠിച്ചോൻ കൂടെ നിന്നിട്ട് എന്താ പറയാ, എന്റെ കൂടെ നിന്നിട്ട് എന്താ പറയാ എന്നെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് എനിക്ക് എന്താ പറയാ, എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ണർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആളെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നത് എന്റെ ഫാമിലിനെ, എനിക്കും എന്റെ പാർട്ട്ണറിന്റെ ഫാമിലി എത്രത്തോളം എഫക്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി? ഡിവോഴ്സ് ആകാൻ എല്ലാവർക്കും അവരുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. എനിക്കും എന്റേതായ റീസൺസ് ഉണ്ട്, വ്യക്തമായുള്ള റീസൺ ഉണ്ട്. അപ്പൊ ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. റിലീഫ് തോന്നിയതും എനിക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇതായിരുന്നു. ബീങ് എൻ ഇൻഫ്ലുവൻസർ, എനിക്ക് ഇൻകം, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഓക്കെ ഇനിയിപ്പം ഞാനിതിപ്പോ സ്റ്റോപ്പ് ചെയ്താൽ ഇനിയിപ്പം ഇതിന്റെ കാര്യം എന്താ, ഇനിയിപ്പം നെക്സ്റ്റ് ഒരു കല്യാണത്തിലേക്കാണ് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുക. എനിക്ക് ആ ഒരു പോയിന്റ് മുതൽ ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. ഇനി ഞാനൊരാളെ സിറ്റുവേഷനിൽ എത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു. ആ ഒരു സംഭവം എന്റെയും എന്റെ ഫാദറിന്റെ ഇടയിൽ ഭയങ്കര ഒരു ഇതുണ്ടാക്കി, ക്ലാഷ് ഉണ്ടാക്കി. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ, ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ കയറാൻ അപ്പൊക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കേറൂല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്ലിപ്പില് ആള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോ അതിൽ കൂടി എന്താ പറയാ, ആള് കുറച്ച് ഏണിങ്സ്, ഹ്യൂജ് എമൗണ്ട് ആള് എടുത്തു പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി. സോ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ചെറിയ വീടല്ല. അപ്പോ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആള് വീടും കാര്യങ്ങളും ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആള് പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ്, എല്ലാവർക്കും പാരന്റ്സ് ഉണ്ട്. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണീസ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാർ വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരന്റ്സിന് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരന്റ് ആ വീട്ടിലേക്ക് കയറാത്തത്? ആള് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ കയറാത്തത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും? അത് ഈ സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ. അത് നല്ല റീച്ചായ വീഡിയോസിന് എന്താ പറയാ ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാക്സിലേക്ക് പോവോ അല്ലെങ്കിൽ എന്താ പറയാ ഈ 1000-ൽ ഒതുങ്ങുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഇനി വേറെ പോയി കഴിഞ്ഞാൽ എന്താ കൊളാബറേഷൻ ഉണ്ടാവും, അങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. ഇതിൽ കൂടി എന്താ പറയാ ഏറിപ്പോയാൽ എത്ര എമൗണ്ട് കിട്ടും? ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ഏറിപ്പോയാൽ എത്ര കിട്ടും? ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആള് മാത്രമല്ല, ഒരുപാട് പേര് എന്താ പറയാ ആണാണെങ്കിൽ പെണ്ണാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം എന്റെ കറക്റ്റ് റവന്യൂ എത്രയാണെന്ന്. അപ്പൊ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അപ്പൊ യൂട്യൂബിന്റെ കാര്യത്തിൽ വരികയാണ്, യൂട്യൂബിൽ ആളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൂട്ടണ്ട. ഇനി വീഡിയോ ആണെങ്കിൽ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട്, എത്ര വീഡിയോസ് കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങ് കാണാം. ഇവിടെ കുറെ ട്രാവലേഴ്സ് ഉണ്ട്, കുറെ എന്താ പറയുക വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, മില്യൺസ് ലാക്സ് വ്യൂസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്താ പറയാ ഇവരില്ല. അപ്പൊ യൂട്യൂബിന് എന്താ പറയാ നോട്ട് ചാൻസ്. ഇനി ഫേസ്ബുക്കിലേക്ക് പോവുകയാണെങ്കിലോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് എന്താ പറയാ ഈ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്ക് കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വെച്ച് അതിന്റെ കൊളാബറേഷൻ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിന്റെ മേലോട്ട് എന്താ പറയാ ആരും കിടന്നിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ എന്താ പറയാ എനിക്കറിയില്ല. അപ്പൊ
അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത്. കോമൺലി നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിലാണ് മോസ്റ്റ്ലി കൂടുതൽ പേര് എന്താ പറയാ ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ആളും എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ആണ് നമ്മൾ കാണാറുള്ളത്. അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയാ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളാബറേഷൻ പ്രൊമോഷൻ ഒക്കെ. എന്നാലും ലിമിറ്റ് ഇല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് ആപ്പിലൂടെയാണ് ആള് എന്താ പറയാ ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത്? സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാൻ എന്താ പറയാ ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ വേറെ കേസ് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്, ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു. പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ. ആൾക്ക് എന്താ പറയാ ഇത് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല. ആൾക്ക് എന്താ പറയാ ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയാ റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ ഉയർച്ചയിലേക്ക് പോവുക. ഓക്കെ, ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ. ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എന്റെ കൂടെ വരണമെങ്കിൽ ഈ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണം, എന്നാലും എന്റെ കൂടെ ജീവിക്കാൻ പറ്റും. ഞാൻ ആ കണ്ടീഷൻ വെച്ചു. അവിടെയാണ് എന്താ പറയാ ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള ചൂട് വെക്കുന്നത്. ഇത് എന്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ ആരെ പറ്റിയാ പറയുന്നത്? മനസ്സിലായല്ലോ, നോറയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവരിപ്പോ വീട് വെച്ചു, ഇവര് ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ പൈസ വന്നിരിക്കുന്നത് നല്ല ഒരു രീതിയിലൂടെ വന്നിരിക്കുന്ന പൈസയല്ല. അപ്പൊ ഈ പയ്യൻ ഏത് സോഴ്സിലൂടെയാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചപ്പം ആ പയ്യൻ വാൺ ചെയ്തു, ഇത് പറ്റത്തില്ല, എന്നോട് ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പറ്റത്തില്ല, പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. അപ്പൊ അവളെ സംബന്ധിച്ച് അത് പറ്റില്ല. അവളെ സംബന്ധിച്ച് ആ കിട്ടുന്ന റവന്യൂ വേണ്ട എന്ന് വെക്കാൻ താല്പര്യമില്ല. ആ കൊച്ചിന് അങ്ങനെ മുന്നേറാനാണ് താല്പര്യം. അപ്പൊ അവിടുന്ന് ഡിവോഴ്സിലേക്ക് ഇവര് രണ്ടുപേരും പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ പ്രേമ വിവാഹമാണ്. അപ്പൊ അവിടെ ഡൗറിയുടെ കേസ് വരുന്നില്ല. പക്ഷെ ഇവള് കോമ്പൻസേഷൻ ഒക്കെ ചോദിക്കുന്നു. അതൊക്കെയാണ് ആ പയ്യൻ പറയുന്നത്. പയ്യൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ കാര്യം, ഇത്രയും നല്ല ഒരു വീട് വെച്ചിട്ട്, അത്യാവശ്യം നല്ലൊരു വീട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം അച്ഛൻ അവിടെ കേറില്ല എന്ന് പറയുന്നത്. അതാണ് ആ പയ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ആ പയ്യന് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ സത്യമല്ലേ? ഇപ്പൊ ഇങ്ങനെ നാണം കെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആരെങ്കിലും അംഗീകരിക്കൂ? എത്ര പൈസ ഉണ്ടാക്കും, എത്ര വലിയ കൊട്ടാരം വെച്ചെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ നാണം കെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് ഈ കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു തെറ്റിദ്ധാരണ. ഏത് രീതിയിലും പൈസ ഉണ്ടാക്കിയാലും ആ പൈസ ആ നാണക്കേട് മാറ്റും എന്നുള്ള ഒരു രീതിയാണ് ഈ പിള്ളേർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് വളരെ എങ്ങനെ ആര് പറഞ്ഞു കൊടുത്തിട്ടാന്ന് എനിക്കറിഞ്ഞോ, കുറെ പേർക്ക് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക്, അത് ഇൻസ്റ്റഗ്രാം അധികമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ്. ടാങ്കോ ആപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് കയറി പെൺകുട്ടികൾ ലൈവ് വീഡിയോസ് ഇടുന്നുണ്ട്. പൈസ കൊട്ടക്കണക്കിന് അങ്ങ് വീഴുന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഇന്നുവരെയും ആ ആപ്പ് സെർച്ച് ചെയ്തിട്ടില്ല. കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അല്ല, മരം പിടിച്ച് കുലുക്കുമ്പോ പൈസ വീഴുമെന്ന് പറഞ്ഞ കണക്ക് പൈസ ഇങ്ങനെ വീണോണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതുപോലെ നമ്മുടെ മുല്ലപ്പൂ ഈ ആപ്പിൽ ഉണ്ടാകുന്നൊക്കെ പറയുന്നതായിട്ട് അങ്ങനെയൊക്കെയാണ്. കാർ എടുത്തെന്നൊക്കെ പറയും ജാസ്മിൻ. അപ്പൊ പുള്ളിക്കാരുത്തി ഈ ആപ്പിൽ ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് ബിഗ് ബോസിൽ ചെന്നപ്പോ ഇവര് രണ്ടുപേരും ആണല്ലോ അടയും ചക്കരയും പോലെ നടന്നത്. പിന്നെ ഇപ്പൊ അത്ര രസമല്ല. ആരൊക്കെയോ ജാസ്മിന്റെ നിഴല് പോലെ നോറ നിൽക്കുന്നൊക്കെ കളിയാക്കിയതിനു ശേഷം രണ്ടുപേരും ഇപ്പൊ അവരുടേതായ സ്റ്റാൻഡില് പൊക്കോണ്ടിരിക്കുന്നു. ജാസ്മിൻ ഏതു നേരവും ഗബ്രിയായിട്ട് അങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിച്ച് അത് അഭിനയിക്കുവാണ്. അവര് തങ്ങളുടെ സ്നേഹം അങ്ങനൊന്നുമില്ല. അവര് നമ്മുടെ സെറീന സാഗർ കോംബോ അനുകരിക്കുക എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പൊ അവർ ഏത് നേരവും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. വേറെ പക്ഷെ ഈ ബിഗ് ബോസിന്റേതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ടിട്ട് ഇങ്ങനെ ആഹാരവും കൊടുത്ത് ഇവരെ സകല ചെലവും നടത്തി അവരവിടെ പാർപ്പിക്കുന്നതിന് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ഇത് പ്രേക്ഷകരെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അവരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വോട്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ വോട്ടിങ് ഏറ്റവും കുറവ് നിൽക്കുന്നത് സുരേഷാണ്. അപ്പൊ പുള്ളിക്കാരനാണ് വോട്ട് കുറവ്. പക്ഷേ നമുക്കിപ്പം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ്, ഞാൻ ബിഗ് ബോസ് കണ്ടില്ല കേട്ടോ. ഇപ്പം ഏകദേശം
കഴിഞ്ഞു കാണും. അപ്പം നമുക്ക് കിട്ടിയ അറിവനുസരിച്ചിട്ട് രതീഷ് സീക്രട്ട് റൂമിലേക്ക് പോകുന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അല്ല, ഔട്ടാവൂല, സീക്രട്ട് റൂമിലേക്ക് പോവും. സുരേഷ് ഔട്ടാവും എന്നൊക്കെയായിരുന്നു കിട്ടിയ വിവരം. പക്ഷെ ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് ഇപ്പൊ കാണാൻ നിവർത്തിയില്ല, ലൈവിൽ ഇരിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ നോറയുടെ ഈ നിലപാട് നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ പയ്യൻ പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാ, ആ പയ്യൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡിവോഴ്സ് പറഞ്ഞു, ഡിവോഴ്സ് ചെയ്തു. ആ കുട്ടിയുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോ ഇത് പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാലോ, മിടുക്കി കൊച്ചാണല്ലോ, 21 വയസ്സ്, വീട് വെച്ചു, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ, അടിപൊളി, സൂപ്പർ. എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നു, അഭിനന്ദിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ന്യൂസ് വരുന്നത്. എന്തുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പട്ടിണി കിടന്നാലും ശരിയെന്നെ ഇങ്ങനെയുള്ള ആപ്പിലൊന്നും പോയി വീഴരുത്. അതൊരിക്കലും ഒരു പെരുദോഷം വന്ന് വീണാൽ ഒരിക്കലും നമുക്ക് മായ്ക്കാൻ പറ്റില്ല. ഒരിക്കലും അത് മായൂല, മരണം വരെ പട്ടണയെ കൊണ്ട് വെക്കുന്നവരെയും ഇത് നമ്മളെ പിന്തുടർന്നോണ്ടേയിരിക്കും. ആ ഒരു സംഭവം, അതായത് സ്റ്റണ്ട് മാസ്റ്റർ കാളി ഇതേപോലെ ഒരു കാര്യം പറഞ്ഞു. അവര് മനസ്സുകൊണ്ട് അവര് ഒരു രീതിയിലും തെറ്റ് ചെയ്യാതെ അവരിലേക്ക് വന്ന വലിയൊരു കുറ്റം, അതായത് 10 വയസ്സിൽ 10-15 പേര് ചേർന്ന് ഇവരെ റേപ്പ് ചെയ്യുന്നു. പിന്നീട് അവർക്ക് വന്ന ചീത്ത പേര് അത് മായ്ക്കാൻ അവര് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്നും അവര് കരഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ തന്റെ ഇടത്തോടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, സ്റ്റണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഇന്ന് ഉരുകി ജീവിക്കുക. ജീവിതത്തിൽ എവിടെങ്കിലും ഒരു പാളിച്ച പറ്റിയ അത് മരിക്കും വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി വലിച്ചുകീറി ഒട്ടിച്ചോളാൻ. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടും ഇന്നത്തെ തലമുറ പോയാൽ കൊള്ളാം. എന്തോ ചേച്ചി ഇവിടെ ഒരു മെസ്സേജ് ഇട്ടല്ല, ഇതിപ്പോ ഇട്ടയാണോ അതോ നേരത്തെ ഇട്ടയാണോ? അയ്യോ, നേരത്തെ ഇട്ട മെസ്സേജാ. നിങ്ങളെ അവിടെ കുറെ കമന്റ് തൊഴിലാളികൾ ഒന്ന് കൊറേ മെസ്സേജുകൾ മെസ്സേജ് ഇട്ടിരിക്കുന്നു. അവിടെ പോയി സൂപ്പർ അടിയടേ, ഇവിടെ കിടന്ന് നിരങ്ങ, അതെനിക്ക് നിന്റെ മെസ്സേജ് ഒന്നും കാണണ്ട, ഓടടാ. ഇപ്പൊ ഞാൻ ചൂരലെടുക്കും, നോക്കിക്കോ. എന്ത് എന്റെ വടി, ഞാൻ വടിയെടുത്ത് നോക്കിക്കോ, തലയ്ക്ക് ഞാൻ അടിക്കും, പറഞ്ഞേക്കാം. നിനക്കെന്താടാ ഞാൻ ലൈവ് വരുന്നേടാ, മിണ്ടായി വിടാ അവിടെ. ഞാനീ പോട്ടെന്ന് പറഞ്ഞ് വിൽക്കുന്നോറ് എന്റെ തലേ കയറി അവൻ ഡാൻസ് കളിക്കുക. ഇവിടെ ഞാൻ ഈ വടി വെച്ചിരിക്കുന്നത് എന്തിനാന്നറിയാമോ? നിന്റെ തലക്കടിക്കാനാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്, കരുതി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഞാൻ എടുക്കും. എവിടുന്നൊക്കെയോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ചിലപ്പോ ഓടിക്കൊണ്ട് വരും, എവിടുന്നൊക്കെയോ എനിക്കിട്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ. നീ ഇവിടെ വന്ന് എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എന്റെ രോമത്തിൽ പോലും തട്ടൂല കേട്ടാ, ഒരു പ്രയോജനവും ഇല്ല. നിന്റെ കൈ കളിക്കുന്ന തന്നെ മിച്ചം കേട്ടാ, എനിക്കിവിടെ ഒന്നും ഏക്കൂല. നിന്റെ വേസ്റ്റ് ഓഫ് ടൈം, അത്രേ ഉള്ളു നിന്റെ വിധി. തൈക്കളവീന്ന് അമ്മയെ പോയി വിളിയടാ, അവൻ എന്നെ തൈക്കളവീന്ന് വിളി, നിന്റെ അമ്മയെ പോയി വിളിയടാ. കുഞ്ഞുങ്ങളല്ലേ, ചുമ്മാ വിട്ടേക്ക്. ഞാമിനകത്തെ ആയാലേ പറ്റത്തോളൂ, അല്ലാതെ പറ്റത്തില്ല. ഏത് കുഞ്ഞുങ്ങള് താരാ മെസ്സേജ് ഒന്ന് റീഡ് ചെയ്യണ്ട, എല്ലാം വട്ടച്ചൊറി നിന്റെ അമ്മൂമ്മയ്ക്ക്. വട്ടച്ചൊറി മറ്റേ നമ്മുടെ കടപ്പുറം കൂതറയ്ക്കാണ് വട്ടച്ചൊറി കേട്ടാ. തല നിറച്ചും പേനും വട്ടച്ചൊറിയും, കുളിക്കത്തുമില്ല, വിയർപ്പ് നാറ്റവും. ഇവിടെ ഇതൊന്നും എടുക്കൂല കേട്ടാ, ഇതൊന്നും ഇവിടെ എടുക്കൂല. ഷംല
അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക, പോയി കമന്റ് ഇടും, ഓടിപ്പോയി അവിടെ കമന്റ് ഇടുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളി വിട്ടേക്കുവാ. കൊള്ളാം കേട്ടാ, ഞങ്ങൾക്ക് ഭയങ്കര ആത്മാർത്ഥതയാന്നല്ല, ഇവിടെ വന്നങ്ങ് മെഴുകുന്നു. അവൻ ഒരെണ്ണ ഇട്ടിട്ട് പോരാ, പിന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങ് നിരത്തി ഇടുക. ഇട്ടിട്ട് അവനൊരു മനസ്സമാധാനം ഇല്ല. മെന്റൽ പേഷ്യന്റ് ആണ് കേട്ടാ. അതാണ് ഇങ്ങനെ നിരത്തി ഇട്ടുകൊണ്ടിരിക്കുന്നത്. മാലക്കല്ലി, ആ മാലക്കല്ലി അവിടെ മറ്റേ കടപ്പുറം ചാനലിൽ പോയില്ലേ, കടപ്പുറത്തിന്റെ ചാനലിൽ പോയാൽ കാണാം ഒരു സാധനം ഇങ്ങനെ തട്ടോ ഇട്ടിരിക്കും പല്ലു വിളിച്ചുകൊണ്ട്. അതാണ് മാലക്കല്ലി. എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ, മിണ്ടായിരി. ഞാൻ ആമിനത്താത്തയാ, വായി വരുന്നൊക്കെ വിളിച്ചു പറയും. കാരൂസ് കൊണ്ടാണ് മിണ്ടാതെ ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ ആമിനത്താത്തയാണെങ്കിൽ വായി വരുന്നതൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് മിണ്ടാതിരുന്നോ. ജാനു കയറി. ജാനുവിന്റെ കാര്യം പറഞ്ഞപ്പോ ജാനുവിന്റെ ഒക്കെ ഒരു സംഭവം ഞാൻ കരുതി വെച്ചത്. ഇനിയിപ്പൊ നാളെ ആവട്ടെ, ഇനിയിപ്പൊ സമയം പോയി. ജാനുവിനിട്ടൊരു പണി കൊടുത്ത് ഇടക്കിടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു സമാധാനം ഇല്ല കേട്ടോ. ഐഷാവേട്ടു, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടടി. നീ ഇടുന്ന കമന്റ് ഒക്കെ ഞാൻ കാണാറുണ്ട്. നീ മറ്റേ കടപ്പുറത്തിന്റെ ആളാന്ന് എനിക്കറിയാം. ഓടടി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കല്ലുവാരി എറിയും കേട്ടാ. കല്ലുവാരി എറിയും ഞാൻ. മര്യാദക്ക് പൊക്കോ. ഇവിടെ ഒരു സാധനത്തിന്റെ ലൈവ് ഒന്ന് ഞാൻ നോക്കട്ടെ. അമ്മച്ചിമാരെല്ലാം ലൈവിൽ തന്നെ. പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഇവര് വീട് വെച്ചത്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതെന്നൊക്കെ പറഞ്ഞു. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊരു കവിത ആലപിക്കാവേ. ശ്രീ വിനോദ് പൂവക്കോട് എഴുതിയ കവിതയാണ് കാട്ടുപൂവ്. ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ ചൊല്ലിയ കവിതയാണ്. മൈ ഫേവറേറ്റ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ ഒഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിൽ എത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലി
ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ.